അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ 7ാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിൻ്റെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ അല്ലെങ്കിൽ ഇനി വരുന്ന പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അദ്ദർസു സാബിഅ, 7ാമത്തെ പാഠം. സാഹിബ് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് ചോദിച്ചു, നിങ്ങളിൽ നോമ്പ് അനുഷ്ഠിച്ചത് ആരാണ്? ഒരു സ്വഹാബി എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ നോറ്റിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിങ്ങളിൽ ആരാണ് ഇന്ന് മയ്യിത്ത് സംസ്കരണത്തിൽ പങ്കെടുത്തത്? അതേ സ്വഹാബി പറഞ്ഞു, ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇന്ന് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയത് ആരാണ്? ആ സ്വഹാബി പറഞ്ഞു, ഞാൻ നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദ്യം തുടർന്നു, ഇന്ന് രോഗിയെ സന്ദർശിച്ചത് ആരാണ്? അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, ഈ കാര്യങ്ങൾ മുഴുവനും ഒരാൾ ചെയ്താൽ അവന് സ്വർഗപ്രവേശം ഉറപ്പായി. ഈ സ്വഹാബി ആരാണെന്നറിയുമോ? 1ാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൻ്റെ 3ാം വർഷം പരിശുദ്ധ മക്കയിൽ ജനിച്ചു. ഖുറൈശി ഗോത്രത്തിൽ ബനു തൈം വംശത്തിൽ അബു ഖുഹാഫയുടെയും ഉമ്മുൽ ഖൈറിൻ്റെയും മകനാണ് അദ്ദേഹം. അബ്ദുള്ള എന്നാണ് യഥാർത്ഥ നാമം. ചെറുപ്പം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനായിരുന്നു അദ്ദേഹം. നുബുവത്ത് ലഭിച്ചപ്പോൾ ആദ്യം തന്നെ ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ചു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കൂടെ നിന്നു. സാമ്പത്തികമായും ശാരീരികമായും സഹായിച്ചു. ഹിജ്റ യാത്രയിൽ സൗർ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏക കൂട്ടുകാരനായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രോഗം കഠിനമായപ്പോൾ ഇമാമത്ത് നിർത്തിയത് അദ്ദേഹത്തെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ പരിഭ്രാന്തരായ സ്വഹാബികളെ സമാധാനിപ്പിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗമായിരുന്നു. നിരവധി പ്രമുഖ സ്വഹാബികൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേന ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ 7 അടിമകളെ അദ്ദേഹം വിലക്ക് വാങ്ങി മോചിപ്പിച്ച് പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചതിന്റെ പേരിൽ സിദ്ദീഖ് എന്ന പേര് ലഭിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലോക മുസ്ലിങ്ങളുടെ മുഴുവൻ ഈമാൻ ത്രാസിന്റെ ഒരു തട്ടിലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ മറ്റേ തട്ടിലും വെച്ചാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിന്റെ തൂക്കം കൂടുതലായിരിക്കും. തന്റെ സ്വത്ത് മുഴുവൻ ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ച മഹാനാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്ത് ഉപകരിച്ചതുപോലെ മറ്റൊരാളുടെ സമ്പത്തും എനിക്ക് ഉപകരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ മറമാടുന്നതിന് മുമ്പ് തന്നെ സ്വഹാബികൾ ബനു സായിദ ഗോത്രക്കാരുടെ പന്തലിൽ സമ്മേളിച്ച് ഏകകണ്ഠമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുത്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹു മാതൃകാ ഭരണാധികാരിയായിരുന്നു. പിൽക്കാല ഖലീഫമാരുടെ എല്ലാ ഭരണ നേട്ടങ്ങൾക്കും അടിത്തറ പാകിയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. 2 വർഷവും 3 മാസവും അദ്ദേഹം ഭരണം നടത്തി. ഹിജ്റ 13ാം വർഷം 15 ദിവസം നീണ്ടുനിന്ന പനിയെ തുടർന്ന് ജുമാദൽ ആഖിറ 21-ന് അദ്ദേഹം വഫാത്തായി. അന്ന് അദ്ദേഹത്തിന് 63 വയസ്സായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് തന്നെയാണ് അദ്ദേഹത്തെ മറവ് ചെയ്തത്. പ്രധാന ഭരണ പ്രവർത്തനങ്ങൾ: റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുക്കിയ ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ അയച്ചു. നബിമാരാണെന്ന് വാദിച്ച് രംഗത്ത് വന്ന തുലൈഹത്തുൽ അസദി, മുസൈലിമത്തുൽ കസ്സാബ്, സജാഹി തുടങ്ങിയവർക്കെതിരെ പോരാടി വിജയം വരിച്ചു.
ആഭ്യന്തര കലാപങ്ങൾക്ക് അറുതി വരുത്തി. റോമക്കാരുടെ അധീനതയിലായിരുന്ന യർമൂക്ക് ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലാക്കി. ഖുർആൻ മനഃപ്പാഠമാക്കിയവർ ധാരാളമായി ഷഹീദായപ്പോൾ ഖുർആൻ ഒരു മുസ്ഹഫിൽ ക്രോഡീകരിച്ച് സംരക്ഷിച്ചു. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പല സംസ്ഥാനങ്ങളായി വിഭജിച്ച് അമീറുമാരെ നിയമിച്ചു. കൂട്ടുകാർക്ക് ഈ പാഠം വായിച്ചത് മനസ്സിലായില്ലേ? ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു, അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അസ്-സിദ്ദീഖു സബ്ബാഖും ബിൽ ഖൈർ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ നന്മയിലും മുൻകടന്നവരാണ്. നമുക്കിനി ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കാം. സ്വായിം നോമ്പുകാരൻ, റിയാദ ലോക സന്ദർശനം, സാഹിബ് കൂട്ടുകാരൻ, അൽ ജന്ന സ്വർഗം, റിജാൽ പുരുഷന്മാർ, അഴ്തഖ സ്വതന്ത്രനാക്കി, കഹഫ് ഗുഹ, ഖുദുവ മാതൃക, സിദ്ദീഖ് വലിയ സത്യസന്ധൻ, ഈമാൻ സത്യവിശ്വാസം, അബ്ദ് അടിമ, മരീൽ രോഗി, ഉസാമ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തു പുത്രനായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നുജീബ്. ഒന്നാമത്തെ ചോദ്യം, റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു അയച്ച സൈന്യത്തെ നയിച്ചത് ആരായിരുന്നു? ഉത്തരം ഉസാമ റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ ചോദ്യം, എപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഒരു മുസ്ഹഫിൽ ക്രോഡീകരിച്ചത്? ഉത്തരം ഖുർആൻ മനഃപ്പാഠമാക്കിയവർ ധാരാളമായി ഷഹീദായപ്പോൾ. മൂന്നാമത്തെ ചോദ്യം, അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്തിനാണ് രാജ്യത്തെ സംസ്ഥാനങ്ങളായി വിഭജിച്ചത്? ഉത്തരം ഭരണ സൗകര്യത്തിനായാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു രാജ്യത്തെ പല സംസ്ഥാനങ്ങളായി വിഭജിച്ചത്. നാലാമത്തെ ചോദ്യം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സംസ്ഥാനങ്ങളുടെ നേതൃത്വം ആർക്കായിരുന്നു? ഉത്തരം അമീറുമാർക്കായിരുന്നു. അഞ്ചാമത്തെ ചോദ്യം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം എത്ര കാലം നീണ്ടു നിന്നു? ഉത്തരം 2 വർഷവും 3 മാസവും. ആറാമത്തെ ചോദ്യം, അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായത് എപ്പോൾ? ഉത്തരം ഹിജ്റ 13-ാം വർഷം അദ്ദേഹത്തിന്റെ 63-ാം വയസ്സിൽ ജുമാദൽ ആഖിറ 21-ന്. ഏഴാമത്തെ ചോദ്യം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മരണ കാരണമെന്ത്? ഉത്തരം 15 ദിവസം നീണ്ടുനിന്ന പനിയായിരുന്നു കാരണം. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നംല ഉൽ ഫറാഗ്. വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. ഹിജ്റ പോകുമ്പോൾ ഡാഷ് ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് സൗർ. ഹിജ്റ പോകുമ്പോൾ സൗർ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. 2. ഖലീഫമാരുടെ ഭരണ നേട്ടങ്ങൾക്ക് ഡാഷ് ആണ് അടിത്തറ പാകിയത്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖലീഫമാരുടെ ഭരണ നേട്ടങ്ങൾക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് അടിത്തറ പാകിയത്. 3. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന എല്ലാ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചതിനാൽ ഡാഷ് എന്ന പേര് വിളിച്ചു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് സിദ്ദീഖ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന എല്ലാ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചതിനാൽ സിദ്ദീഖ് എന്ന പേര് വിളിച്ചു. 4. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തുലൈഹത്തുൽ അസദി ഡാഷ് ആണെന്ന് വാദിച്ചു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് നബി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തുലൈഹത്തുൽ അസദി നബിയാണെന്ന് വാദിച്ചു. 5. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഡാഷ് അടിമകളെ വിലയ്ക്ക് വാങ്ങി മോചിപ്പിച്ചു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 7. അബൂബക്കർ റളിയല്ലാഹു അൻഹു 7 അടിമകളെ വിലയ്ക്ക് വാങ്ങി മോചിപ്പിച്ചു. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം നുഇദ്ദു ഫിഖ്റ. ഖണ്ഡിക തയ്യാറാക്കാനുള്ളതാണ്. 1. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വങ്ങൾ. അപ്പൊ നോക്കൂ, ചെറുപ്പം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനായിരുന്നു അദ്ദേഹം. നുബുവത്ത് ലഭിച്ചപ്പോൾ ആദ്യം തന്നെ ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ചു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കൂടെ നിന്നു. സാമ്പത്തികമായും ശാരീരികമായും സഹായിച്ചു. ഹിജ്റ യാത്രയിൽ സൗർ ഗുഹയിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏക കൂട്ടുകാരനായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. നിരവധി പ്രമുഖ സ്വഹാബികൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേന ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ 7 അടിമകളെ അദ്ദേഹം വിലയ്ക്ക് വാങ്ങി മോചിപ്പിച്ച് പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചതിന്റെ പേരിൽ സിദ്ദീഖ് എന്ന പേര് ലഭിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലോക മുസ്ലിങ്ങളുടെ മുഴുവൻ ഈമാൻ ത്രാസിന്റെ ഒരു തട്ടിലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ മറ്റേ തട്ടിലും വെച്ചാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിന്റെ തൂക്കം കൂടുതലായിരിക്കും. തന്റെ സ്വത്ത് മുഴുവൻ ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ച മഹാനാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്ത് ഉപകരിച്ചതുപോലെ മറ്റൊരാളുടെ സമ്പത്തും എനിക്ക് ഉപകരിച്ചിട്ടില്ല. നൊയ്ദ് ഫിക്ര എന്നതിൽ രണ്ടാമത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ നേട്ടങ്ങൾ. അപ്പം നോക്കൂ, റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുക്കിയ ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ അയച്ചു. നബിമാരാണെന്ന് വാദിച്ച് രംഗത്തു വന്ന തുലൈഹത്തുൽ അസദി, മുസൈലിമത്തുൽ കദ്ദാബ്, സജാഹി തുടങ്ങിയവർക്കെതിരെ പോരാടി വിജയം വരിച്ചു. ആഭ്യന്തര കലാപങ്ങൾക്ക് അറുതി വരുത്തി. റോമക്കാരുടെ അധീനതയിലായിരുന്ന യർമൂക്ക് ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലാക്കി. ഖുർആൻ മനഃപ്പാഠമാക്കിയവർ ധാരാളമായി ഷഹീദായപ്പോൾ ഖുർആൻ ഒരു മുസ്ഹഫിൽ ക്രോഡീകരിച്ച് സംരക്ഷിച്ചു. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പല സംസ്ഥാനങ്ങളായി വിഭജിച്ച് അമീറുമാരെ നിയമിച്ചു. തദ്രീബാത്തിൽ 5ാമത്തെ പ്രവർത്തനം തഖ്സീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഗാർ സൗരിൽ കഴിഞ്ഞ സംഭവം വിവരിക്കുക. അപ്പം നോക്കൂ, വീട്ടിൽ നിന്നും പുറപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രിയ കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സൗർ പർവ്വതത്തിലെ ഗുഹാമുഖത്തെത്തിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു സത്യം, അങ്ങ് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ അതിനുള്ളിൽ കടന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ഉള്ളിൽ കണ്ട പഴുതുകൾ വസ്ത്രം കീറി അടച്ചു. ബാക്കി ഒന്ന് തൻ്റെ കാൽവിരൽ കൊണ്ട് അടച്ചു. തൻ്റെ മടിത്തട്ടിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിശ്രമം ഒരുക്കിയപ്പോൾ പഴുതിൽ ഒളിഞ്ഞിരുന്ന സർപ്പം കാലിൽ കൊത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തടസ്സം സൃഷ്ടിക്കാതെ അദ്ദേഹം വേദന കടിച്ചമർത്തി. കൊത്തിയ വേദനയാൽ അശ്രുകണങ്ങൾ പൊഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവദനത്തിൽ പതിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർന്നു നോക്കി, കാര്യം തിരക്കി. തുപ്പുനീർ പുരട്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് ശമനം നൽകി. അവർ 2 പേരും ഗുഹക്കുള്ളിൽ പ്രവേശിച്ച ഉടനെ ഒരു ചിലന്തി ഗുഹാമുഖത്ത് ഒരു വല മെനഞ്ഞുണ്ടാക്കി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ശത്രുക്കൾ അവരുടെ കാലുകളിലേക്ക് നോക്കിയാൽ നമ്മെ അവർ കണ്ടുമുട്ടുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും 3 ദിവസം ഗാർ സൗരിൽ താമസിച്ചു. കൂട്ടുകാർക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.